+1 ജെഇക്കും നീറ്റിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് മക്കളെ. ഇപ്പോൾ ഈ അടുത്തായിട്ട് നിങ്ങൾക്കറിയാം +1 റിസൾട്ട്സ് ഒക്കെ വന്നു. എക്സാമിനറുടെ കുറേ കുട്ടികൾക്ക് 19 കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടി, കുറേ പേർക്ക് 99% കിട്ടി. അവരൊക്കെ നമ്മുടെ ഓഫീസിൽ വരികയുണ്ടായി, ഞാനും അലൻ സാർ അവരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ കുട്ടികളോടൊക്കെ ചോദിക്കും, അതായത് നന്നായി പഠിച്ച് വന്ന കുട്ടികളാണ്, അവരോടൊക്കെ ചോദിക്കും നിങ്ങൾ എന്താണ് ചെയ്യാൻ പ്ലാൻ, കാരണം +2 ഒക്കെ എത്തിയില്ലേ, ഇനി എന്താണ് പ്ലാൻ. ഒരു 95% കുട്ടികളും ഒന്നെങ്കിൽ ജെഇ അല്ലെങ്കിൽ നീറ്റ്, അത് ജെഇ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് IIT NIT ഒക്കെ കയറാൻ, അല്ലെങ്കിൽ നീറ്റിന് പ്രിപ്പയർ ചെയ്ത് എയിംസിലോ അല്ലെങ്കിൽ നല്ല മെഡിക്കൽ കോളേജിൽ കയറാൻ പ്ലാൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. 5% കുട്ടികളെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പലരുടെയും ആസ്പിറേഷൻ ആയിരിക്കും IITയും അതുപോലെ എയിംസും ഒക്കെ. അപ്പോൾ തീർച്ചയായും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ഞങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കുക, ഓക്കെ അങ്ങനെയാണെങ്കിൽ +1 നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ, ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? പലരും നമ്മുടെ ബാച്ചിൽ പഠിച്ചവരായിരിക്കും, ചിലർ ബാച്ചിൽ പഠിക്കാത്തവരായിരിക്കും, അത് നീറ്റിന് വേണ്ടിയിട്ട് പഠിക്കാത്തവരായിരിക്കും, ചിലർ പഠിച്ചവരായിരിക്കും. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടുണ്ടോ? അടുത്ത ഉത്തരം ഇല്ല. അപ്പോൾ ഞങ്ങൾ ചോദിക്കും എന്ത് പറ്റി, സ്കൂളിലെ പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്തു, അതുകൊണ്ട് ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ എത്ര ചെയ്തിട്ടുണ്ട്? ആദ്യമൊക്കെ 1-2 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, പിന്നീട് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ല, ടൈം ടേബിൾ അനുസരിച്ച് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് ഉത്തരം. അപ്പോൾ അടുത്ത ചോദ്യം, ഓക്കെ അങ്ങനെയാണ് +2 എന്താണ് പ്ലാൻ, നന്നായി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? അപ്പോൾ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഉണ്ടോ നമ്മൾ വിചാരിക്കുമല്ലോ, അല്ലെ +1 പോയി അത് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിച്ചിട്ട് +2 അത് തിരിച്ച് പിടിച്ചെടുക്കാൻ, അതിൽ അറ്റ്ലീസ്റ്റ് +2 എങ്കിലും സിലബസ് പ്രോപ്പറായിട്ട് പഠിക്കാൻ പ്ലാൻ ഉണ്ടോ? നീറ്റിനും ജെയ്ക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇല്ല, അതില്ല സാർ, അത് സ്കൂളിലെ ഇതൊക്കെ എന്തൊക്കെയോ പറയും, കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ആരും കുറ്റം പറയല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം കേട്ടോ. അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നീറ്റ് നേടിയെടുക്കണം എന്നല്ലേ, ജെഇ നേടിയെടുക്കണം എന്നല്ലേ ശരിക്കും ആഗ്രഹം. അപ്പോൾ അടുത്ത ഉത്തരം റിപ്പീറ്റ് ചെയ്യാൻ. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്ത് ഈസിയായിട്ട് വാങ്ങിച്ചെടുക്കുക. മക്കളെ ഇതൊരു വലിയൊരു ട്രാപ്പാണ്. കേരളത്തിൽ തന്നെ നമ്മൾ പറയണം, കാരണം ബാക്കി പല ഇന്ത്യയിലെ സ്റ്റേറ്റ്സിൽ നന്നായിട്ട് കോച്ചിങ് ഒക്കെ നടക്കുന്ന നല്ല റിസൾട്ട്സ് കൊണ്ടാവുന്ന പല സ്റ്റേറ്റ്സിലും ഇല്ലാത്ത ഒരു പ്രവണതയാണ് കേരളത്തിൽ നമ്മൾ കണ്ടുകൊടുക്കുന്നത്. വലിയൊരു ട്രാപ്പ് തന്നെയാണ് ഇത്. എന്ത് ട്രാപ്പ്? ഈ റിപ്പീറ്റ് ചെയ്യുന്നതിന് ട്രാപ്പ്. റിപ്പീറ്റ് ചെയ്യുന്ന മോശമാണെന്നല്ല പറയുന്നത്, റിപ്പീറ്റ് ചെയ്തുകൊണ്ട് റിസൾട്ട് കിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ടു റിപ്പീറ്റ്, എന്താണ് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം? മക്കളെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അതായത് +1 +2 ഒന്നും കാര്യമായിട്ട് നീറ്റിന് വേണ്ടിയിട്ടോ ജെയ്ക്ക് വേണ്ടിയോ ഞാൻ കുറേ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ പിന്നീട് അതിനുവേണ്ടി ചെയ്യുമല്ലോ, ഒരു വർഷം ഞാൻ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യുമല്ലോ, അപ്പം ഞാനിത് വാങ്ങിച്ചെടുക്കാം, തൽക്കാലം ഇങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ പോട്ടെ, കുറേ പ്രിപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും കേരളത്തിലെ കുട്ടികളെ ഏറ്റവും വലിയ ട്രാപ്പിൽ കൊണ്ട് എത്തിക്കാൻ പോകുന്നത്. അതും ഏറ്റവും ബ്രൈറ്റസ്റ്റ് കുട്ടികൾ. ഞാൻ ഈ പറയുന്നതൊന്നും തീരെ പഠിക്കാത്തവരല്ല, നന്നായിട്ട് സ്കൂളിലും പഠിച്ച് നല്ല മാർക്കൊക്കെ +1 +2 വാങ്ങിക്കുന്ന കുട്ടികളുടെ കാര്യം തന്നെയാണ് പറയുന്നത്. അവരാണ് ഈ ട്രാപ്പിൽ പെട്ടുപോകുന്നത്. അപ്പോൾ എന്താണ് ഇതിലുള്ള ട്രാപ്പ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് അനലൈസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊക്കെ ആഗ്രഹമുണ്ട്, നീറ്റ് എക്സാം എഴുതി അല്ലെ ജെഇ എക്സാമൊക്കെ എഴുതി നല്ല കോളേജിലൊക്കെ കയറാനൊക്കെ ആഗ്രഹമുണ്ട്, ആഗ്രഹത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. പക്ഷേ അത് ഇങ്ങനെ മനസ്സിലിങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ, ആഗ്രഹമായിട്ട് ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ഒരു പക്ഷേ അവർ കുറേ വീഡിയോസ് കാണും, എങ്ങനെ നീറ്റിന് പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ സ്റ്റഡി സ്ട്രാറ്റജി, അതിൻ്റെ ബുക്സ് എന്താണ്, മറ്റേത് ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ വീഡിയോസ് കണ്ട് ഇങ്ങനെ മനസ്സിൽ മൊത്തം അതൊക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും, അവർക്കൊരു ശരിക്കും ഡ്രീം ആയിരിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീറ്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ വേണ്ടി എത്ര ആഗ്രഹമുണ്ട്, അല്ലെ ജെഇ പരീക്ഷയിൽ നിങ്ങൾ ജെഇക്ക് വേണ്ടിയിട്ട് എത്രത്തോളം സ്റ്റഡി സ്ട്രാറ്റജി വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണോ ചോദിക്കാൻ പോകുന്നത്? അല്ല, അവർ ചോദിക്കാൻ പോകുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ചാപ്റ്ററിന് ഒരു ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ മോഷണൽ സ്ട്രേറ്റ് ലൈൻ ചാപ്റ്ററിന് ഒരു ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ +2 ഒരു ചാപ്റ്റർ, അല്ലെങ്കിൽ +1 ഒരു ചാപ്റ്ററിന് ഒരു ചോദ്യമായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടും. അതിന് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസും ഇല്ല എന്നാണ് റിയാലിറ്റി. അപ്പോൾ ഇവരൊക്കെ മിസ് ചെയ്യുന്നൊരു കാര്യം, ഇവർ നീറ്റിനും ജെഇക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ചോദ്യം തന്നെയാണ് നിങ്ങളോട് ചോദിക്കേണ്ടത്. നിങ്ങൾ ജെഇക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, അതായിരിക്കും നിങ്ങളുടെ ആഗ്രഹം അല്ലേ, എല്ലാവരും പറഞ്ഞു നടക്കും. പക്ഷേ നിങ്ങളോട് ഞാൻ ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ചാപ്റ്ററിലെ നിങ്ങൾ നീറ്റിന് വേണ്ടിയിട്ട് അല്ലെ ജെഇക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മാത്സിൽ അല്ലെ കെമിസ്ട്രിയിൽ അല്ലെ ബയോളജിയിൽ ഇതൊരു ഫസ്റ്റ് ചാപ്റ്റേഴ്സിന്, അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഇപ്പോൾ +1 നിങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ, ഈ ചാപ്റ്റേഴ്സിന് നീറ്റിന് വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അത് എവിടെ നിന്ന് പഠിച്ചു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ എക്സാമിനറിൻ്റെ ബാച്ചിൽ നിന്നാവാം, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നാവാം, 1 ഷോട്ട് വീഡിയോ നിന്നാവാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകുന്നുണ്ടാവും. പക്ഷേ ഈ ചാപ്റ്റേഴ്സിലെ ചോദ്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ? ആ ചാപ്റ്ററിൽ ഒരു 10 ചോദ്യം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? ചെയ്ത് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? അതിന് വേണ്ടിയുള്ള നോളജ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ്. ഇല്ല എങ്കിൽ മക്കളെ നിങ്ങൾ സീരിയസ്ലി എന്ത് ചെയ്യണം?
വീണ്ടും ട്രാക്കിലാകാൻ വേണ്ടി ശ്രമിക്കണം. കാരണം അതിൻ്റെ അർത്ഥം നിങ്ങൾ ട്രാക്ക് വിട്ടു പോകുന്നുണ്ടെന്നാണ്. കാരണം ചാപ്റ്റേഴ്സ് പഠിക്കാതെ ചാപ്റ്റേഴ്സിലെ ചോദ്യങ്ങൾ ചെയ്യാതെ അത് നിങ്ങൾ കംഫർട്ടബിൾ ആവാതെ നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻ അല്ല. അപ്പോൾ സാർ എന്ത് ചെയ്യും? ഞാനിതൊന്നും ചെയ്തു തുടങ്ങിയില്ല സാർ, ഈ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് മുതൽ പഠിച്ചു തുടങ്ങണോ? മക്കൾ അതൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകാം, ഓൺലൈനാണ് നിങ്ങൾ കംഫർട്ടബിൾ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നന്നായിട്ട് പഠിച്ചെടുക്കാൻ. പക്ഷേ ഏറ്റവും ബേസിക് കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി കാര്യം എന്താണെന്ന് അറിയാം മക്കളെ? നമ്മളെ +1 ചാനൽ എടുക്കുക. ഓക്കെ, എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ. ആ ചാനലിൽ മക്കൾ അർച്ചന മിസ്സിൻ്റെ ലിവിങ് വേൾഡിൻ്റെ നീറ്റിൻ്റെ 1 ഷോട്ട് ഉണ്ട്. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? അത് കാണാം. അതിൽ കണ്ടോ കുറേ ഓരോ ടോപ്പിക്സും എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ കവർ ചെയ്തിട്ടുണ്ടാവും. ഇത് ബയോളജിക്ക് മാത്രമല്ല, നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, നിങ്ങളുടെ ഫിസിക്സിൻ്റെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ 1 ഷോട്ട് 3 hours 36 minutes നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് ആ ചാപ്റ്ററിൽ ഇത് ഫ്രീ ലൈവ് വീഡിയോ ആണ് കേട്ടോ. ഇതിനൊന്നും പൈസ നിങ്ങൾ കൊടുക്കണ്ട. അപ്പോൾ പൈസ എക്സ്ക്യൂസ് ഇവിടെ വർക്ക് ആവില്ല. ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓബ്വിയസ്ലി എനിക്ക് മനസ്സിലാവും സാർ പൈസ അതൊക്കെ പറയാം. ഓക്കെ ശരി, അതൊക്കെ നിങ്ങളുടെ കുറേ കൺസ്ട്രെയിൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം. പക്ഷേ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൺസ്ട്രെയിൻസ് ഉണ്ടാവാൻ പാടില്ല. ഇതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി എല്ലാ ടോപ്പിക്കും നമ്മൾ അവിടെ കവർ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് നിങ്ങൾ എണ്ണി നോക്കിക്കുക. ഞാൻ എണ്ണി നോക്കിയില്ല. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ? 32ഓളം ക്വസ്റ്റ്യൻസ്. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. 32ഓളം ക്വസ്റ്റ്യൻസ് മിനിമം ഉണ്ട്. കാരണം അവസാനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇത് കറക്റ്റാണ് കൊടുത്തതെന്ന്. ക്വസ്റ്റ്യൻസ് ഇവിടെ കാണുന്നില്ല. അപ്പോൾ മിനിമം അത്രയും ഉണ്ടാവും. ജെയ്ക്കും ഇതേപോലെ തന്നെ. ജെയ്ക്കും എനിക്ക് തോന്നുന്നു 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ ഒരു ലൈവിൽ. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആ ക്വസ്റ്റ്യൻസിൽ എത്ര എണ്ണം നിങ്ങൾ ചെയ്തിട്ടുണ്ട്? ഈ ഒരു ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ ഇമീഡിയറ്റ്ലി ഈ വീഡിയോ ഇവിടെ നിർത്തിക്കോ. അല്ലെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞ പാടെ തന്നെ നിങ്ങൾ ഈ ലൈവുകൾ കാണുക. അത് എല്ലാ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെയും ലൈവുകൾ ഏത് എക്സാമിനാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അത് കാണുക. അതിലെ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതിനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ എന്ന് വിളിക്കുക. അതിനുശേഷം നിങ്ങൾ ഒബ്വിയസ്ലി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തപ്പിപ്പോകണം. നിങ്ങൾ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾ ബാച്ചിൽ നീറ്റിനാണ് DPP ചെയ്യുക, ജെയ്ക്കാണ് നിങ്ങൾക്ക് DPPയുടെ ഷീറ്റ് ഉണ്ടാവും, ക്യാപ്പ് വീഡിയോസ് ഉണ്ടാവും, അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പക്ഷേ ഈ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു ആക്ച്വൽ നീറ്റിനോ ജെയ്യോ ആസ്പിരൻറ്റോ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് ഇതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതാണ് മക്കളെ പരീക്ഷയിൽ വരാൻ പോകുന്നത്. ചാപ്റ്റർ വരും, ചാപ്റ്ററിന് ചോദ്യം വരും. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള ചാൻസ് കൂടും. ഓരോ ചാപ്റ്ററിനും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും, അല്ലെങ്കിൽ ഈ സാധനം കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു റിയാലിറ്റി പല കുട്ടികളും മിസ്സാവുന്നുണ്ട്. +2 ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികൾ വരെ അത് മിസ്സാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതൊരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. തീർച്ചയായും നിങ്ങൾക്ക് പറ്റുന്ന ഒരു സംഭവമാണിത്. ഇനി +1 +2 നിങ്ങൾ നന്നായി പഠിച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയില്ല എന്ന് തന്നെ വെക്കട്ടെ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോയിക്കോളൂ. ഞാൻ ഡിസ്കറേജ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം റിപ്പീറ്റ് ചെയ്യാൻ പോവുക. അതായത് +1 +2 നന്നായി പഠിച്ചു, ജസ്റ്റ് മിസ്സായി പോയി, റിപ്പീറ്റ് ചെയ്തോളൂ. അങ്ങനത്തെ കുട്ടികളാണ് റിപ്പീറ്റ് ചെയ്തിട്ട് വാങ്ങിച്ചെടുക്കുക. അല്ലാണ്ട് +1 +2 എന്തെങ്കിലുമൊക്കെ കാണിച്ചു നടന്ന് +2 കഴിഞ്ഞിട്ട് പോയി റിപ്പീറ്റ് ചെയ്ത് ഫുള്ള് പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അങ്ങനത്തെ കുട്ടികൾക്ക് കിട്ടാറില്ല. ഓൾമോസ്റ്റ് 0% അങ്ങനത്തെ കുട്ടികൾ കിട്ടുന്നത്. അല്ലേ പിന്നെ നിങ്ങൾ ഭയങ്കര ബുദ്ധിയായിരിക്കണം. അതൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഓക്കെ, കേരളത്തിൽ തന്നെ ഒരു 0.001%. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളെങ്കിൽ എനിക്കറിയില്ല, ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നില്ല. പക്ഷെ അങ്ങനെ അല്ല എങ്കിൽ, നിങ്ങൾ എക്സ്ട്രീംലി ബുദ്ധിയുള്ള ആളൊന്നും അല്ല എങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നിങ്ങൾ +1 +2 നന്നായി പഠിക്കുക തന്നെ വേണം. എന്നിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഫസ്റ്റ് ടൈം, മോസ്റ്റ് പ്രോബബ്ലി ഫസ്റ്റ് ടൈം തന്നെ കിട്ടും. ഇനി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടും. പക്ഷേ ആ എഫേർട്ട് ആ +1 +2 തന്നെ വരണം. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വരണം. അങ്ങനെ വന്നാൽ ഇത് ആക്ച്വലി നടക്കാൻ പോകുന്ന പോസിബിലിറ്റിയാണ്. പക്ഷേ അന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കുറേ നീറ്റിൻ്റെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് വീഡിയോ കണ്ടിട്ടോ ജെയിൻ്റെ പ്രിപ്പയർ ചെയ്യണമെന്ന് വീഡിയോ കണ്ടിട്ടോ കാര്യമില്ല. ചാപ്റ്ററിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരു ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവണം. ചെയ്ത് തീർക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല, അതിന് ചെയ്യാനുള്ള കോൺഫിഡൻസ് എങ്കിലും നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് പ്രിപ്പറേഷനാണ് ചെയ്യുന്നത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ മറന്നു. അപ്പോൾ ആലോചിക്കുക, എനിക്ക് ഈ 2nd ചാപ്റ്ററിലെ 3rd ചാപ്റ്ററിലെ 4th ചാപ്റ്റർ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ലെങ്കിൽ ഞാനത് പോയി പഠിക്കണം. അതല്ലാതെ എനിക്ക് നീറ്റ് കിട്ടാൻ പോകുന്നില്ല. ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? ഈ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ക്രാക്ക് ചെയ്യുന്ന പല കുട്ടികളുണ്ട്. ഇത് ചെയ്യാത്ത ആൾക്കാരൊന്നും ഇല്ലാത്ത നാടല്ല കേരളം. ഇഷ്ടംപോലെ കുട്ടികൾ ഏറ്റവും ബെസ്റ്റ് റാങ്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. സോ ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷേ ഈ റിയാലിറ്റി മനസ്സിലാക്കി തന്നെ. ഓക്കെ, അപ്പോൾ ഈ റിയാലിറ്റി മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നമ്മുടെ യൂട്യൂബിലൂടെ ഫ്രീ ആയിട്ട് കണ്ടന്റ് തന്നെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, കാരണം എക്സ്ട്രാ പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ടും പ്രോപ്പറായിട്ട് സീരിയസ്
ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും എക്സാംസ് അറ്റൻഡ് ചെയ്യാനൊക്കെ വേണ്ടി അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്. അപ്പോൾ അത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക, കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കുക. അപ്പോഴും യൂട്യൂബിൽ ഫെസിലിറ്റീസ് ഉപയോഗിക്കുക. ഇനി അതും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് യൂട്യൂബിലെങ്കിലും ചെയ്യും. അതിന് പൈസയും ഒന്നും പരിപാടിയും വേണ്ടല്ലോ, ഒരു ക്യാച്ചും ഇല്ല അതിൽ. നിങ്ങൾ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അടിപൊളി ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ബാക്കിയുള്ള ഓൺലൈൻ കണ്ടൻറ്റൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ഇൻക്ലൂഡിങ് നാഷണൽ ലെവലിൽ. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ ലെവൽ മനസ്സിലാക്കുക. അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ എടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് നോക്കുന്നത് ഓരോ സബ്ജക്റ്റിനും. അപ്പോൾ അത് കൃത്യമായി അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾ ചെയ്യാം. ഇത് ചെയ്താൽ നിങ്ങളൊരു ട്രൂ നീറ്റ് അഥവാ JEE ആസ്പിറൻ്റ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട് കിട്ടാൻ. അപ്പോൾ അത് ഓണസ്റ്റ്ലി ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇന്ന് മുതൽ ഈ പരിപാടി തുടങ്ങുക. അത്ര മാത്രമേ പറയാനുള്ളൂ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.